വണ്ടിക്ക് ഫാൻ ബെൽറ്റിൻ്റെ സൗണ്ട് വന്നു. വർക്ക്ഷോപ്പിലൊന്ന് കാണിച്ചാൽ നമ്മൾ അജ്മീർ ടു ജയ്സൽമീർ ഹൈവേയിൽ. അപ്പോൾ കംപ്ലൈൻറ്റ്സ് ഒക്കെ നമ്മൾ ഞാൻ പറഞ്ഞ് ഒരുപാട് ദൂരം ഓടാനുണ്ടെന്ന്. നമ്മൾ അനൂപ് സാറാണ് വർഷം പോയി സംസാരിച്ചത്. അനൂപ് ഇവനാണ് നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് പിന്നെ പണിയൊക്കെ ഇതാ. जगह का नाम क्या है? ये जगह का नाम क्या है? जगह का തൗളയിലൊരു വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട് കേട്ടോ. ഒരു വർക്ക്ഷോപ്പ് വണ്ടീൻ്റെ മെക്കാനിക്ക് വാങ്ങലൊക്കെ വൃത്തിയാക്കി തന്നെ ഓടിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളെ വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് മീൻസ് നമ്മളെ ഡോറിൻ്റെ ചെറിയ ലോക്കാത്തതിന് ഇഷ്യൂ ആണ്. നമ്മളൊരു ഇവിടെ നിൽക്കണം, എന്താ പറയുക, ബൊലേറോൻ്റെ മാത്രമായിട്ടുള്ള സ്ക്രാപ്പിൻ്റെ ഷോപ്പാണ്. ബൊലേറോ മാത്രമുള്ള ഇതിൽ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യട്ടെ, അതിന് ഐറ്റംസ് കിട്ടുമെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് കൂടി ഉണ്ടായിരുന്നത്, അതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിരുന്നുണ്ട് കേട്ടോ. അനു എന്താടാ വണ്ടി സൈഡാക്കിയേ? ചെറിയൊരു കംപ്ലൈൻറ്റ്. ഇനിയിപ്പോൾ നമ്മളടുത്ത് ഓടി എടുത്താലും ഫോർച്യൂണർ എടുത്താലും പിന്നെ നമ്മൾ ഈ ബൊലേറോ ആണെങ്കിലും കംപ്ലൈൻറ്റ് വരണ്ടേ വരും. അപ്പോൾ പഴയ വണ്ടിയൊക്കെയാണ് ഏറ്റവും നല്ലത്. പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ റോഡ് സൈഡിൽ ഇതിലൊക്കെ എന്തെങ്കിലും എടുത്താൽ എന്താവും, അവിടെ കിടക്കലുണ്ടാവും. ഇതൊക്കെ ഏത് ചെറിയ മെക്കാനിക്കിനെ നോക്കി റെഡിയാക്കാവുന്ന കംപ്ലൈൻറ്റേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ ഇതെടുത്ത് വന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പിന്നെ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് തോന്നിക്കഴിഞ്ഞാൽ വഴിയിൽ കുടുങ്ങാണ്ട് എന്താക്കുക, ഏതെങ്കിലും വർക്ക്ഷോപ്പ് കാണിച്ചിട്ട് എന്താക്കുക, അതിൻ്റെ എല്ലാ മെക്കാനിക് ഭാഗവും പിന്നെ നന്നാക്കിയതിൻ്റെ ശേഷം ഓൾ ഇന്ത്യ പിന്നെ പോകുന്ന സമയം നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈവേൻ്റെ വിഷയം എന്ന് വെച്ചാൽ റണ്ണിങ്ങിൽ കിട്ടൂല കേട്ടോ. അത്രയും ദൂരം ഓടണം. എന്ത് ആ വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല. ഒരു 500 കിലോമീറ്റർ 400 കിലോമീറ്റർ കയറിയപ്പോൾ ഹൈവേ കയറി കഴിഞ്ഞാൽ വണ്ടി ഒരേ വിടലുള്ളത്. അപ്പോൾ ഹൈവേയിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പോകും കണ്ടോ. അപ്പം വളരെ ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ഇപ്പം നമ്മളുള്ളത് രാജസ്ഥാനിലെ. രാസ്ത നാം ക്യാ യാർ? ഹൈവേ ജയ്സൽമേർ റോഡ്. ജയ്സൽമേർ അജ്മീർ ജയ്സൽമീർ റോട്ടിലുള്ള DM മോട്ടോഴ്സ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെക്കാനിക്കുകൾ മറ്റ് ടീംസൊക്കെ നല്ല അടിപൊളി ടീംസ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പെരുമാറുന്ന പോലെ തന്നെ നമ്മൾ പെരുമാറി. നമ്മൾ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇവരെന്താക്കിയിട്ടുണ്ട് അടിപൊളി. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ സ്കോർപിയോ ബൊലേറോൻ്റെ എല്ലാ ബോഡികളും ഇവിടെ കിട്ടും, അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വണ്ടി വേ സൈഡാക്കുക, വർക്ക്ഷോപ്പ് കയറ്റുക, കാണിക്കുക. ഇപ്പം നമുക്കൊരു വിചാരമുണ്ട് നമ്മൾ കേരളത്തിലെ മെക്കാനിക്കുകൾ അടിപൊളി എല്ലാവരും അടിപൊളിയാണ്, എല്ലാ പഠിക്കാനും. आपका नाम क्या है यार? प्रकाश. यूनुस भाई है. यूनुस. नाइस टू मीट यू. हाँ ओके यार, जिंदगी के अंदर फिर मिलेगा जरूर भाई. नेक्स्ट टाइम ഇവനാണ് മെക്കാനിക്ക്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ रमेश भाई. ആ പോട്ടെ ഗൈസ്. ഇപ്പോൾ ഞാനുള്ളത് രാജസ്ഥാനിലൊരു ഉൾഗ്രാമത്തിലാട്ടോ. ഇവിടെ ഈ നിൽക്കുന്ന സലീം ഭായിനോട് നമ്മൾ ചോദിച്ചു, നമ്മൾ വണ്ടിയും നാശമായിരുന്നു. ആ വർക്ക്ഷോപ്പും ചോദിച്ചപ്പോൾ ഇതാ ഇപ്പം നമുക്ക് വേണ്ടി ഇതാ ചിക്കൻ വാങ്ങിത്തരാൻ. അപ്പോൾ ഹൈവേയിലൊന്നും കിട്ടുന്നില്ല. പിന്നെ രാജസ്ഥാനിൽ ഇതൊന്നും അലൗഡ് ഇല്ലാത്തതിനെ കൊണ്ട് ഒരു പ്രത്യേകിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളോട് കാര്യം പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്താക്കി, നമുക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളേരിയയിലേക്കുള്ള ചിക്കൻ കടയിൽ കൊണ്ടുവന്നിട്ട് ചിക്കനൊക്കെ വാങ്ങി തന്ന് ഇതാ നമ്മളിവിടുന്ന് മടങ്ങും. ഇവിടെയുള്ള നമ്മളൊരു കാഴ്ചപ്പാടാണ് ഈ പിന്നെ മറ്റ് സ്റ്റേറ്റിലുള്ള ഒരുപാട് ആൾക്കാർ പ്രശ്നക്കാരാണ്. അല്ല, നമ്മളെ സംസാര ശൈലി പോലെ ഉണ്ടാവും. ഇങ്ങനെ പിന്നെ നമ്മളെ പെരുമാറ്റം പോലെ ഉണ്ടാകും അവരെ പെരുമാറ്റം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവരും നമ്മളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറും. അപ്പോൾ നമ്മൾ കാരണം അവർക്കൊരു പ്രശ്നമായിരുന്നു, അവർ കാരണം നമുക്കൊരു വലിയ പിടിക്കാൻ പറ്റില്ല. അപ്പം വരുന്ന ആൾക്കാർ ഏത് സ്റ്റേറ്റിൽ പോകുകയാണെങ്കിലും അടിപൊളിയായി പെരുമാറുക, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം സമയത്ത് നടക്കും. ഓക്കെ, ഇവനോടൊരു കാര്യം ആവശ്യപ്പെട്ട് കുറച്ച് ചിക്കൻ വേണം. അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഇതാ ചിക്കനൊക്കെ വാങ്ങിത്തന്നത്. ഇതാ നമ്മൾ ഇവൻ്റെ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ സംസാരിക്കുന്ന ശൈലി പോലെ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇതാ ഒരു ചെറിയ ഗ്രാമത്തിൽ ചെന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ വാങ്ങി തന്നത് ഇതാ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഹലോ ഇത് രാജസ്ഥാനിൽ കോൺസെപ്റ്റ് ജഗह पे यार?
ആ തവള തവള പറഞ്ഞൊരു സ്ഥലത്താണ്. ആടാ അടിപൊളി ഒരു ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ രാജസ്ഥാനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, എന്താക്കണം മാക്സിമം ഗ്രാമങ്ങളിലൊക്കെ സന്ദർശിക്കാൻ ശ്രമിക്കുക. ഗൈസ് ഇപ്പം ഞാനുള്ളത് ഇതാ അജ്മീർ ജയ്സൽമീർ റൂട്ടിലാട്ടോ. പിന്നെ ഇന്നൊരു 100-500 കിലോമീറ്റർ വരണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഫുഡ് പ്രിപ്പയർ ചെയ്തോ. നമ്മളേതാ വണ്ടി ഫുൾ സെറ്റപ്പോടുകൂടി അൽഹംദുലില്ലാ കുഴപ്പമൊന്നും കൂടാ. ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ നന്നാക്കി